നമസ്തേ ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ടോപ്പ് 10 സ്കൂൾ ഡ്രാമകളാണ് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ഡ്രാമകളിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള സ്കൂൾ ഡ്രാമകളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് ഇതെനിക്ക് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഡ്രാമയാണ് 2019 റിലീസായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി യു. ഇതൊരു ഫാന്റസി റൊമാൻറ്റിക് ഡ്രാമയാണ് കേട്ടോ. സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രാമയാണ്. ടോട്ടൽ ഇതിൽ 16 എപ്പിസോഡ്സ് ആണ് കേട്ടോ ഉള്ളത്. റോ വൂൺ ആൻഡ് കിം ഹി ജൂൺ എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് കേട്ടോ. ഈ ഡ്രാമയിൽ നമ്മുടെ നടി ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണ് കേട്ടോ. താനൊരു കോമിക് ബുക്കിലെ കഥാപാത്രമാണെന്ന് അവൾ തിരിച്ചറിയുകയും അതിലെ അവളുടെ ആ ഒരു സ്റ്റോറി അവളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് താൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി അവള് മാറ്റുകയും ആ കഥയുടെ ഒരു പ്ലോട്ട് തന്നെ അവൾ മാറ്റുകയും ശേഷം അവൾ അവളുടെ പ്രണയം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് എക്സ്ട്രാ ഓർഡിനറി യു എന്ന ഡ്രാമയിൽ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ വായിക്കുന്ന ഒരു ബുക്കിലെ കഥാപാത്രമാണ് നമ്മള്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു കഥ നമുക്ക് മാറ്റാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റോറി തന്നെ മാറ്റുമല്ലേ. അപ്പൊ അങ്ങനെ ഒരു കഥയാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. സ്റ്റോറിയിൽ നമ്മുടെ കിം ഹി ജൂൺ എന്ന് പറയുന്ന ആക്ട്രസിന്റെ ആക്ടിങ് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു കേട്ടോ. കാരണം മെയിൻ ലീഡ് അവളാണല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ ആക്ടിങ്, അതായത് ക്യൂട്ട് ആയിട്ടുള്ള ആക്ടിങ്ങും അതേപോലെ തന്നെ ഇതിലെ സീനറികള്, ഇതിലെ ഓരോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ, ഇതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. സെക്കൻഡ് ഡ്രാമയാണ് സ്കൂൾ 2017. ഇതിൽ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 2017 റിലീസായിട്ടുള്ള ഡ്രാമയാണ് സ്കൂൾ 2017 കേട്ടോ. ഇതിൽ 16 എപ്പിസോഡ്സ് ആണ്. നല്ലൊരു ത്രില്ലർ ആൻഡ് സസ്പെൻസ് ഡ്രാമയാണ് സ്കൂൾ 2017. ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് കിം സെ ജൂൺ എന്ന് പറയുന്ന ആക്ട്രസും കിം ജൺ ഹ്യൂൺ എന്ന് പറയുന്ന ആക്ടറുമാണ് കേട്ടോ. ഇതിൽ മെയിൻ ആയിട്ട് നമ്മുടെ ആക്ട്രസിന്റെ ആക്ടിങ് കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഇവരുടെ ആ ഒരു കെമിസ്ട്രി, കോമഡി സീൻസ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഈ ഒരു ഡ്രാമയിലെ മെയിൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഇവര് പഠിക്കുന്ന സ്കൂളിൽ ഒരു തെറ്റായ നിയമങ്ങൾ ഡീൽ ചെയ്യുകയും അതേസമയം ഒരു കൂട്ടം കുട്ടികളുടെ പേഴ്സണൽ ആയിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസുകളെ വ്യക്തമാക്കിയിട്ട് കാണിച്ചു തരുന്ന ഒരു സ്റ്റോറിയാണ് സ്കൂൾ 2017 കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സസ്പെൻസ് ഡ്രാമകളൊക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഈ ഡ്രാമ എന്തായാലും ഇഷ്ടാവും കേട്ടോ. മൂന്നാമത്തെ ഡ്രാമയാണ് ഹു ആർ യു. 2015 റിലീസായിട്ടുള്ള ഒരു മെലോ ഡ്രാമ ആൻഡ് റൊമാൻറ്റിക് ഡ്രാമയാണ് ഹു ആർ യു. ഇതിലുണ്ടല്ലോ 2 ട്വിൻ സിസ്റ്റേഴ്സിന്റെ സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. ഇവർ രണ്ടുപേരും ഓർഫൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരാളെ അഡോപ്റ്റ് ചെയ്തതിന് ശേഷം ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവുകയാണ് കേട്ടോ. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം വിധി അവരെ കൂട്ടിച്ചേർക്കുകയാണ്. പിന്നീട് ഇവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും അത് ഡ്രാമ കണ്ട് തന്നെ അറിയാൻ കേട്ടോ. നല്ല രസമാണ് ഈ ഡ്രാമ കാണാനായിട്ട്. ഓക്കെ, ഇതിൽ 14 എപ്പിസോഡ്സ് ആണ് കേട്ടോ ഈ ഡ്രാമയ്ക്കുള്ളത്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് കിം സോ ഹ്യൂൻ എന്ന് പറയുന്ന ആക്ട്രസും നാം ജോ ഹ്യൂക്ക് എന്ന് പറയുന്ന ആക്ടറും ആണ് കേട്ടോ. നാം ജോ ഹ്യൂക്ക് എന്ന് പറയുന്ന ആക്ടർ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ട് പരിചയം ഉണ്ടായിരിക്കും. അത്യാവശ്യം നല്ല ഡ്രാമാസിലൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള ആക്ടറാണ് നാം ജോ ഹ്യൂക്ക് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ നല്ലൊരു ബെസ്റ്റ് ഡ്രാമയാണ് ഹു ആർ യു 2015. ഇത് സെക്കൻഡ് ലീഡായിട്ട് യുക് സഞ്ജയ് എന്ന് പറയുന്ന ആക്ടർ ആക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോർത്ത് ഡ്രാമയാണ് 2020 റിലീസായിട്ടുള്ള ട്രൂ ബ്യൂട്ടി. ഈ ഡ്രാമ അറിയാത്ത നിങ്ങൾ ആരും ഉണ്ടാവില്ല കേട്ടോ. കാരണം 2020 നമ്മുടെ സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ചിട്ടുള്ള ഒരു ഡ്രാമയാണ് ട്രൂ ബ്യൂട്ടി. മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ഇതിൽ മെയിൻ ലവ് ട്രയാങ്കിൾ ആണ്. ലവ് ട്രയാങ്കിൾ കൊണ്ട് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് ട്രൂ ബ്യൂട്ടി. ഇത് ടോട്ടൽ 16 എപ്പിസോഡ്സ് ആണ് കേട്ടോ ഉള്ളത്. പാങ്ങിയോ ചായിൻവു മൂക്കായോങ് എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരുടെ 3 പേരുടെ ലവ് ട്രയാങ്കിൾ കാണാൻ തന്നെ ഇതിൽ ഭയങ്കര രസമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിൽ അവരുടെ റൊമാൻസ് ആയിക്കോട്ടെ, കോമഡി മൊമെന്റ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഫാമിലി റിലേഷൻഷിപ്സ്, അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിന് എല്ലാം വാല്യൂ കൊടുക്കുന്ന നല്ലൊരു അടിപൊളി ഡ്രാമയാണ് ട്രൂ ബ്യൂട്ടി. ഇത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രാമയാണ് കേട്ടോ. ഈ ഒരു ഡ്രാമയുടെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ നടിക്ക് അവളുടെ ലുക്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുകയാണ്. സോ അവളുടെ ലുക്ക് കണ്ടിട്ട് അവളുടെ കൂടെ പഠിക്കുന്ന കുറെ പിള്ളേര് അവളെ റാഗിങ് ചെയ്യുന്നുണ്ട്. സോ ആ റാഗിങ് നിന്ന് എസ്കേപ്പ് ആവാനും അവളുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യാണ്, മേക്കപ്പ് യൂസ് ചെയ്യാണ്. സോ ആ മേക്കപ്പ് കൊണ്ട് അവൾ എന്ത് ചെയ്യുന്നു, വേറൊരു ആളായി മാറുകയാണ് കേട്ടോ. സോ അതിനുശേഷം അവൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലെ ഈ ഒരു
സ്റ്റോറിയിൽ പറയുന്നുണ്ട്. ലാസ്റ്റ് ആവുമ്പോഴേക്കും അവളുടെ ആ ഒരു റിയൽ സെൽഫ് ഇഷ്ടപ്പെടുന്ന ഒരു പയ്യനെ അവൾ മീറ്റ് ആക്കുകയും ശേഷം അവര് പ്രണയത്തിലാവുകയും ചെയ്യുന്ന സ്റ്റോറിയാണ് ട്രൂ ബ്യൂട്ടിയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഡ്രാമ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും, മറക്കാതെ കാണണേ. ഇനി ഫിഫ്ത്ത് ഡ്രാമയാണ് ദ ഹെയേഴ്സ്. 2013 റിലീസായിട്ടുള്ള അടിപൊളി ഡ്രാമയാണ് ദ ഹെയേഴ്സ്. ഇത് ടോട്ടൽ 20 എപ്പിസോഡ്സ് ആണ് കേട്ടോ. ഇതും ഞാൻ പറഞ്ഞ പോലെ ട്രൂ ബ്യൂട്ടീന് ഏകദേശം ചെറിയൊരു സിമിലാരിറ്റി ഇതിനുണ്ട്. കാരണം ഇതിലും ലവ് ട്രയാങ്കിൾസ് ഉണ്ട്. ലീ മിൻഹോ, പാർക്ക് ഷിൻഹെ, കിം വൂബിൻ എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നല്ലൊരു റൊമാൻറ്റിക് ഡ്രാമയാണ്. നല്ലൊരു യങ് കപ്പിൾസിന്റെ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. പിന്നെ അത് കൂടാതെ ഇതിൽ റിച്ച് ആൻഡ് പുവർ, പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള നല്ലൊരു വേർതിരിവ് ഈ ഒരു സ്കൂളിൽ തന്നെ ഉണ്ട് കേട്ടോ. അതിനെ ചുറ്റിപ്പറ്റിയിട്ട് നല്ല റാഗിങ് തന്നെ ഈ ഒരു സ്കൂളിൽ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇവർ ഈ ഒരു നടനും ഇതിൽ പ്രണയത്തിലാവുന്നത്. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും അവരവരുടെ റിയൽ സെൽഫ് സൊസൈറ്റിക്ക് വെളിപ്പെടുത്തുന്ന ഒരു രംഗങ്ങളൊക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ അത് ആ ഒരു ഭംഗി നിങ്ങൾ കണ്ടു തന്നെ അറിയണം. ഓക്കെ, അപ്പൊ 20 എപ്പിസോഡ്സ് ഉണ്ട്. ചിലപ്പോൾ ചെറിയ ലാഗൊക്കെ ആയിട്ട് തോന്നിയേക്കാം, പക്ഷെ എന്നാലും നല്ലൊരു സ്റ്റോറി ലൈൻ ആണ് ഈ ഒരു ഡ്രാമ ഫോളോ ചെയ്യുന്നത് കേട്ടോ. സിക്സ്ത് ഡ്രാമയാണ് ഹൈസ്കൂൾ ലവ് ഓൺ. 2014 റിലീസായിട്ടുള്ള ഒരു അടിപൊളി റൊമാൻറ്റിക് ഡ്രാമയാണ് ഹൈസ്കൂൾ ലവ് ഓൺ. ഇത് നല്ല സിമ്പിൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ഫാന്റസി ഡ്രാമയാണ് കേട്ടോ. ഇതിൽ 20 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. മെയിൻ സ്റ്റോറി എന്താന്ന് വെച്ചാൽ നമ്മുടെ നടി ഇതിലൊരു ഏഞ്ചലാണ്, ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ഏഞ്ചലാണ്. സോ ആ ഒരു ഏഞ്ചൽ നമ്മുടെ നടന്റെ ലൈഫിലോട്ട് വരികയാണ്. ശേഷം അവർ പ്രണയത്തിലാവോ, അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, അവൾ സ്കൂളിൽ പോവോ എന്നൊക്കെ നിങ്ങൾ തന്നെ അറിയണം കേട്ടോ. ഓക്കെ, ഇത് മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് കിം സോറോൺ എന്ന് പറയുന്ന ആക്ട്രസും നാം വൂ ഹ്യൂൻ എന്ന് പറയുന്ന ആക്ടറും ആണ് കേട്ടോ. സാഡ്ലി നമ്മൾ ഈ ഒരു ഡ്രാമയിൽ അഭിനയിച്ചിരിക്കുന്ന ഈ ഒരു ആക്ട്രസ് കഴിഞ്ഞ മന്ത് മരിച്ചു കേട്ടോ. കാരണം സൂയിസൈഡ് ആണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. സോ എനിക്ക് ഒരു ഡ്രാമ കാണുമ്പോൾ ആ ഒരു നടീനെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. കാരണം സൗത്ത് കൊറിയയിലെ നല്ലൊരു ചൈൽഡ് ആക്ട്രസ് ആയിരുന്നു കിം സോറോൺ. ഇനി 7th ഡ്രാമയാണ് 2010 റിലീസായിട്ടുള്ള പ്ലേഫുൾ കിസ്. ഇതിലുണ്ടല്ലോ ടോട്ടൽ 16 എപ്പിസോഡ്സ് ആണ്. ഇത് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ് കേട്ടോ. ഓക്കെ, ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ജങ് സോമിൻ എന്ന് പറയുന്ന ആക്ട്രസും കിം ഹ്യോൻ ജൂൺ എന്ന് പറയുന്ന ആക്ടറും ആണ് കേട്ടോ. സോ ഈ ഡ്രാമയിലെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ, ഓഹാനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്റെ സ്കൂളിലെ പോപ്പുലർ ആൻഡ് ഹാൻസം ആയിട്ടുള്ള ബേക് സുൻജു എന്ന് പറയുന്ന ഒരു പയ്യനോട് ക്രഷ് തോന്നുകയാണ് കേട്ടോ. സോ അവൾ അത് അപ്പം തന്നെ ഒരു ലെറ്റർ ഒക്കെ എഴുതിയിട്ട് അവനോട് അവളുടെ പ്രണയം പറയുന്നുണ്ട്. പക്ഷെ അപ്പം തന്നെ അവൾ റിജക്റ്റ് ആവുകയാണ് കേട്ടോ. പക്ഷെ അവനെന്ന് പറയുന്നത് അവളുടെ ഡ്രീമാണ്. അത്രയ്ക്ക് അവൾക്ക് അവനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ലാസ്റ്റ് അവർ തമ്മിൽ ഒന്നിക്കുവോ അല്ലെങ്കിൽ അവൾ പിന്നീട് ഇനിയും റിജക്റ്റ് ആവോ എന്നുള്ളൊരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡ്രാമ കണ്ടിട്ട് തന്നെ പറയണേ. 8th ഡ്രാമയാണ് 2019 റിലീസായിട്ടുള്ള ക്ലാസ് ഓഫ് ലൈസ്. ഇത് നല്ലൊരു മൈസ്റ്ററി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ് കേട്ടോ. ഇതിൽ ടോട്ടൽ 16 എപ്പിസോഡ്സ് ആണുള്ളത്. ഇത് മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഹാൻ സോ യോൺ ആൻഡ് യോൺ ക്യോൺ സാങ് എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ. നമ്മുടെ കഥയിലെ നായകൻ മൂൺ ഹ്യോക്ക് തന്നെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർ കവർ ടീച്ചറായിട്ട് ഒരു സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. 9th ഡ്രാമയാണ് ബോയ്സ് ഓവർ ഫ്ലവേഴ്സ്. 2009 റിലീസ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. സോ ഇത് ഡ്രാമകളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഡ്രാമ എന്ന് തന്നെയാണ് ഈ ഡ്രാമയെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. 2009 റിലീസായ ഡ്രാമയാണ്. സോ നമുക്ക് ഇപ്പൊ കാണുമ്പോൾ ചിലപ്പോൾ ക്രിഞ്ചായിട്ടും അതുപോലെ തന്നെ ലാഗിങ് ഒക്കെ ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ ഇത് നമ്മുടെ ലീ മിൻഹോ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ കരിയറിലെ തന്നെ ഫസ്റ്റ് ഡ്രാമയാണ് ബോയ്സ് ഓവർ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ ആ ഒരു വർഷം ഇത് നല്ല പോപ്പുലർ ഹിറ്റ് ആയിട്ടുള്ള ഡ്രാമയാണ് ബോയ്സ് ഓവർ ഫ്ലവേഴ്സ്. ഇതിന് മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ലീ മിൻഹോ, കൂ ഹേ സൺ എന്ന് പറയുന്ന ആക്ട്രസും ആണ് കേട്ടോ. ടോട്ടൽ 25 എപ്പിസോഡ്സ് ഉണ്ട്. കുറച്ച് ലാഗങ്ങൊക്കെ ആയിട്ട് തോന്നിയേക്കാം. കാണണം എന്നുള്ളവർക്കൊന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടൈമിലുള്ള ബെസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഡ്രാമയാണ്. ഈ ഡ്രാമയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കഥയിലെ നായികയ്ക്ക് വലിയ പോപ്പുലർ സ്കൂളിൽ നിന്ന് ഒരു സ്കോളർഷിപ്പ് കിട്ടുകയാണ് അവിടെ പഠിക്കാനായിട്ട്. സോ നായിക അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നു. പക്ഷെ അവിടെ ചെന്നതോ നമ്മുടെ അവിടുത്തെ ആ ഒരു സ്കൂളിൽ പോപ്പുലർ ആൻഡ് ഹാൻസം ആയിട്ടുള്ള നമ്മുടെ കഥയിലെ നായകൻ ഇവളെ റാഗിങ് ചെയ്യാണ്
കേട്ടോ. റാഗിങ് ചെയ്തിട്ട് ശേഷം ഇവര് ഭയങ്കര എനിമീസ് ആവുന്നു. പക്ഷെ എന്തായിരിക്കും പിന്നീട് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ഇവര് പ്രണയത്തിലാവുമോ ഇല്ലയോ എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ലാസ്റ്റ് ഡ്രാമയാണ് 2011 റിലീസായിട്ടുള്ള ഡ്രീം ഹൈ. ഇത് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഡ്രാമയാണ്. ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇവരൊരു ഡ്രീം അച്ചീവ് ചെയ്യുന്ന സ്റ്റോറിയാണ് കേട്ടോ ഈ ഡ്രാമയിൽ പറയുന്നത്. ടോട്ടൽ 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ബേസൂസി എന്ന് പറയുന്ന ആക്ട്രസും സോ ഹ്യൂൺ അതേപോലെ തന്നെ ഓക്കെ ടേഹ്യൂൺ എന്ന് പറയുന്ന ആക്ടേഴ്സും ആണ് ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. സോ ഇതിൽ നല്ലൊരു ലവ് ട്രയാങ്കിൾ ഉണ്ട്. ഐഡിയൽ സ്റ്റാർസ് ആവാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു പോപ്പുലർ സ്കൂളിലെ ഒരു കൂട്ടം സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്ന സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റുഡൻസിനെ പേഴ്സണൽ ലൈഫ്സ് ഇതിൽ എടുത്ത് പറയുന്നുണ്ട്. അവരെങ്ങനെയാണ് ആ ഒരു ഡ്രീമിലോട്ട് അച്ചീവ് ആവുന്നത് എന്നും ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. റിയൽ ഫ്രണ്ട്ഷിപ്പിനും അവരുടെ ആ ഒരു ഡ്രീംസിനും അതേപോലെ തന്നെ റൊമാൻസിനും വാല്യൂ കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണ് ഡ്രീം ഹൈയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 10 ഡ്രാമകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ള ഡ്രാമകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രാമകളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ഡ്രാമ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.